അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ആലുവൈ അബൂബക്കർ മുസ്ലിയാർ നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന പേരാണ്. ആലുവൈ അബൂബക്കർ മുസ്ലിയാരും അത്തിപ്പറ്റ ഉസ്താദുമായുള്ളൊരു ബന്ധമാണ് ഞാൻ നിങ്ങളെ ഉണർത്തുന്നത്. അത്തിപ്പറ്റ ഉസ്താദ് ഞങ്ങളുടെ പിതാവ് ഉസ്താദ് 1963 പെരുമ്പാവൂരിനടുത്ത് വല്ലത്ത് ജോലി ചെയ്തു. അവിടെ നിന്നും 20 മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലമാണ് മുടിക്കൽ. മുടിക്കലാണ് ബഹുമാനപ്പെട്ട ആലുവൈ അബൂബക്കർ മുസ്ലിയാർ താമസിക്കുന്നത്. അത്തിപ്പറ്റ ഉസ്താദ് വല്ലത്ത് ചെന്നപ്പോൾ ആ ഒരു ബന്ധം വളരെയധികം സുദൃഢമായി. അതായത് ഒരുപാട് ആളുകൾ, കാരക്കാട് മാനു മുസ്ലിയാരെ നമുക്കറിയാം, കുപ്പായട നടക്കുന്ന മാനു മുസ്ലിയാർ, അതുപോലെ CM വലിയുല്ലാഹി, അതുപോലെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, ശംസുൽ ഉലമ, ഇങ്ങനെ ഒരുപാട് വലിയ വലിയ മഹാന്മാർ ആലുവൈ അബൂബക്കർ മുസ്ലിയാരുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നവരാണ്. ആ ഗണത്തിലേക്ക് അത്തിപ്പറ്റ ഉസ്താദിനും എത്തിച്ചേരാൻ കഴിഞ്ഞ് ഈ വല്ലത്ത് എത്തുന്നതോടുകൂടെ അവിടെ നിന്ന് 1963 മുതൽ 1974 ആലുവൈ അബൂബക്കർ മുസ്ലിയാർ വഫാത്താകുന്നത്. ആ ഒരു വർഷങ്ങളിൽ ഈ 63 മുതൽ 74 വരെ രണ്ടുപേരും തമ്മിൽ വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ കാണാൻ, പിരിഞ്ഞിരിക്കാൻ പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായി രണ്ടുപേരും കൂടെ. അതുപോലെ എന്ത് കാര്യം മുഷാവറ ചെയ്യുകയാണെങ്കിലും അത്തിപ്പറ്റ ഉസ്താദ് ആലുവൈ അബൂബക്കർ മുസ്ലിയാരുടെ സമ്മതം കിട്ടിയിട്ടാണ് ആ കാര്യം ചെയ്യാറുള്ളത്. വല്ലത്തേക്ക് പോവുകയാണെങ്കിൽ ആലുവൈ അബൂബക്കർ മുസ്ലിയാരുടെ വീട്ടിലെത്തി അവരെ കണ്ട ശേഷം വല്ലത്തെ ജോലി സ്ഥലത്തേക്ക് പോകാറുള്ളൂ. നാട്ടിലേക്ക്, അന്ന് ഞങ്ങൾ അച്ചുപ്പറയാണ് താമസിക്കുന്നത്, അത്തിപ്പറ്റയിലേക്ക് എത്തിയിട്ടില്ല. നാട്ടിലേക്ക് വരികയാണെങ്കിൽ ആലുവൈ അബൂബക്കർ മുസ്ലിയാരെ കണ്ട് അവരെ സമ്മതം ചോദിച്ചിട്ട് അവർ സമ്മതം കൊടുത്ത ശേഷമാണ് ഇങ്ങോട്ട് തിരിച്ച് അച്ചുപ്പറ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളത്. അപ്പം അത്രയും വലിയൊരു ബന്ധം, ഒരു എങ്ങനെ ഞാൻ പറയാൻ കഴിയില്ല, അത്രയും വലിയൊരു ബന്ധമായി രണ്ടുപേരും തമ്മിലുള്ള ബന്ധം. താടി മൊയ്ലിയർ അല്ലെങ്കിൽ ദിക്ർ മൊയ്ലിയർ എന്നൊക്കെയാണ് ആലുവൈ അബൂബക്കർ മുസ്ലിയാർ അത്തിപ്പറ്റ ഉസ്താദിനെ വിളിക്കാറുള്ളത്. അത്തിപ്പറ്റ ഉസ്താദ് വല്ലത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ, ഞാൻ പറഞ്ഞല്ലേ 20 മിനിറ്റ് നടക്കാനുണ്ടാവും. ഒരു ഒരു വെള്ളം ഒഴുകുന്ന തോടുണ്ട്, ആ തോട് കടന്ന് വേണം മുടിക്കലേക്ക് വരാൻ. ഇന്ന് പാലമില്ല. വെള്ളമുള്ള സമയത്തൊക്കെ തോണി കടന്നിട്ടാണ് ഉസ്താദ് മുടിക്കലേക്ക് വരിക. അപ്പം ഇവിടെ നിന്ന് വല്ലത്ത് നിന്ന് ഇറങ്ങിയാൽ ആലുവൈ അബൂബക്കർ മുസ്ലിയാർ തൻ്റെ ഭാര്യയോട് പറയും, താടി മൊയ്ലിയർ വരുന്നുണ്ട് എന്ന്. താടി മൊയ്ലിയർ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് പള്ളിക്കന്ന് എന്നൊക്കെ പറയുന്നതാണ് അന്ന് അക്കാലത്ത് ആ നാട്ടുകാരും അതുപോലെ ഉപ്പയൊക്കെ പറയാനുള്ളൊരു കാര്യമാണ്. ഏതായാലും വലിയൊരു ബന്ധമായിരുന്നു രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നു. ഒരിക്കൽ അത്തിപ്പറ്റ ഉസ്താദ് ആലുവൈ അബൂബക്കർ മുസ്ലിയാർ അടുത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് പോകാൻ പറഞ്ഞ്, ഇവിടെ നിൽക്കണ്ട അറിഞ്ഞ്, അത് ഭയങ്കര വല്ലാത്തൊരു വിഷമായി. പോകാൻ പറഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ പറഞ്ഞ്, അങ്ങനെ സാധാരണ ഇല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ നേരെ വല്ലത്ത് വന്ന് പള്ളിയിൽ വന്ന് ഭയങ്കര നിരാശ. കാരണം ആലുവൈ മൂപ്പര് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ കിടന്നുറങ്ങി പള്ളിയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ ആലുവൈ അബൂബക്കർ മുസ്ലിയാർ ഉപ്പാൻ്റെ അടുക്കലേക്ക് വന്നു. ഉപ്പ ഒരു വാഹനത്തിൽ മുൻസീറ്റിൽ ഇങ്ങനെ പോവുക. അപ്പോൾ ആലുവൈ അബൂബക്കർ മുസ്ലിയാർ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ താടി പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി, താടി പിടിച്ച് കുലുക്കിയിട്ടാണ് ചിരിപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഉണർന്നപ്പോഴാണ് പിന്നെ ഉസ്താദിന് ഒരു സമാധാനം, ഒരു സന്തോഷമൊക്കെ പിന്നെ കിട്ടിയത്. അതേപോലെയുള്ള കുറേ ആൾക്ക് സമയങ്ങളുണ്ട്. അതുപോലെ ഹജ്ജിന് പോകാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഹജ്ജിന് പോകണം. അങ്ങനെ ആലുവൈ അബൂബക്കർ മുസ്ലിയാരാണ് തൻ്റെ ആത്മീയമായ ഗുരു അവിടെ ചെന്ന് എനിക്ക് ഹജ്ജിന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഔലിയ, അതായത് അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ്, ഹജ്ജിന് പോകാം, ഇപ്പോൾ പോകണ്ട, ഞാൻ മരിച്ചതിന് ശേഷം ഹജ്ജിന് പോയാൽ മതി, ഞാൻ മരിച്ചതിന് ശേഷം മതി ഹജ്ജിന് പോകലില്ല എന്ന്. അങ്ങനെ പിന്നെ അത് ചോദിക്കാതെ വീണ്ടും ഒരിക്കൽ ചോദിച്ചപ്പോൾ UAE പോകാൻ പറഞ്ഞു. ഹജ്ജിന് പോകാൻ UAE പോകാറുണ്ട്. എൻ്റെ ഉപ്പാടെ അനിയന് എളാപ്പ അബൂബക്കർ മുസ്ലിയാർ എന്ന് അലയിലുണ്ട് UAE, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് ഹജ്ജിന് പോകാൻ പറഞ്ഞു. അങ്ങനെ 1974 ആലുവൈ അബൂബക്കർ മുസ്ലിയാർ വഫാത്തിന് ശേഷമാണ് പാസ്പോർട്ടും വിസയും ഒക്കെ കിട്ടി
ഉസ്താദ് UAE പോകുന്നതും അക്കൊല്ലം തന്നെ അവിടുന്ന് ഹജ്ജിന് പോകുന്നതൊക്കെ. അപ്പോൾ ആലുവ അബൂബക്കർ മുസ്ലിയാരുള്ള ഈ ഒരു കുറഞ്ഞ വർഷം, അതായത് 63 മുതൽ 74 വരെയുള്ള ഒരു വർഷത്തിൽ വലിയൊരു ബന്ധം നന്നായി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാന നിമിഷം, അതായത് എല്ലാ സ്വകാര്യങ്ങളും ഉസ്താദിനോട് പറയുമായിരുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഉസ്താദുമായി സംസാരിക്കുമായിരുന്നു. അക്കാലത്ത് ആലുവ അബൂബക്കർ മുസ്ലിയാർ ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മുടിക്കരുന്ന് 4 കിലോമീറ്റർ മഞ്ഞപ്പെട്ടി. അവിടെയൊക്കെ എല്ലാവരും കൂടെ അസ്ർ നിസ്കാരം കഴിഞ്ഞ് നടന്നു പോകും. ആലുവ അബൂബക്കർ മുസ്ലിയാർ കുറേ ആളുകളുണ്ടാവും, എല്ലാവരും കൂടെ നടന്നു പോകും. ആ കൂട്ടത്തിൽ അത്തിബർ ഉസ്താദ് നടന്നു പോകും. അവിടെ ചെന്ന് ഒരു പീഡികത്തണ്ണയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ സംസാരിക്കും, വരുന്നവരെ കാണും, ചായ കുടിക്കും. അങ്ങനെ കുറെ നേരം അവിടെ കഴിച്ചു കൂട്ടും. അവിടെ നിന്ന് ചെയ്യും തിരിച്ചിങ്ങോട്ട് മുടിക്കലിലേക്ക് തന്നെ നടക്കും. അങ്ങനെ മഗ്‌രിബിന്റെ മുമ്പായിട്ട് മുടിക്കലിലെത്തും. ഉസ്താദ് വല്ലത്തെ പള്ളിയിലേക്ക് എത്തും. ഇതൊരു പതിവായൊരു യാത്രയായിരുന്നു എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് അങ്ങനെ നടക്കാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴും അവിടുത്തെ ഈ മുടിക്കലും വല്ലത്തൊക്കെ ഉള്ള ആളുകളൊക്കെ സാധാരണ പറയാറുള്ളത്. അങ്ങനെ ഈ വഫാത്തിന്റെ 1974 വഫാത്തിന്റെ ആ ദുൽഹിജ് മാസം 9 അന്ന് അത്തിബർ ഉസ്താദ് നാട്ടിലേക്ക് പോന്നു പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോരുന്ന വഴിയിൽ അന്ന് കുന്നംകുളത്താണ് ആലുവ അബൂബക്കർ മുസ്ലിയാരുടെ മകന്റെ വീടുള്ളത്. കുന്നംകുളത്ത് ഇറങ്ങി വരുമ്പോൾ മകന്റെ വീട്ടിൽ ചെന്ന് ആലുവ അബൂബക്കർ മുസ്ലിയാരെ കണ്ട്. അപ്പോൾ കൂടെ എൻ്റെ ഉപ്പയുടെ അനുജൻ ഉണ്ടല്ലോ അബ്ദുൽ മാലിക്, അവനും കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെറിയ കുട്ടിയാണ്, അളാപ്പിയും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറെ നേരം ഇരുന്ന് ഉപ്പ ഉള്ളിലേക്ക് പോയി. ആലുവ അബൂബക്കർ മുസ്ലിയാർ അടുത്തിരുന്ന് അങ്ങനെ ഖിദ്മത്തുമായിട്ട് കൂടി. അങ്ങനെ വൈകുന്നേരം ആകുന്നവരെ സമ്മതം കൊടുത്തിട്ടില്ല പോരാന്. ദുൽഹിജ് 9 മഗ്‌രിബ് വാങ്ങി കൊടുത്തിട്ടും സമ്മതം കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എളാപ്പാക്ക്, അത് എളാപ്പൻ്റെ പ്രായക്കാരനാ, എളാപ്പ കരയാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ പോയിട്ട് ഉപ്പ ആലുവ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു അനിയൻ കരയുന്നുണ്ട് പോകാനെന്ന്. അങ്ങനെയാണ് സമ്മതം കൊടുത്ത് ആ പെരുന്നാളിന്റെ തലേ ദിവസം ദുൽഹിജ് 9 ഉപ്പ അത്തിബർ ഉസ്താദ് അച്ചിപ്പുറ വീട്ടിലേക്ക് വരുന്നത്. അവിടുന്ന് അച്ചിപ്പുറ വീട്ടിൽ നിന്ന് 10 കഴിഞ്ഞ് പെരുന്നാളിന്റെ രണ്ടാം പെരുന്നാക്ക് മുടിക്കലിൽ നിന്നും കമ്പി വന്നു. അന്ന് കമ്പി വരലാണല്ലോ. കമ്പി വന്ന് ഷെയ്ഖിന് തീരെ സുഖമില്ല, എത്രയും പെട്ടെന്ന് വരണമെന്ന്. അങ്ങനെ എന്ത് ചെയ്തു, ദുൽഹിജ് 11 അതായത് ഈ രണ്ടാം പെരുന്നാക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പുറപ്പെട്ട് അങ്ങനെ അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് 12 ആ 12 അന്ന് രാവിലെ മുതൽ വൈകുന്നേരം അസർ വരെ അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുക പറഞ്ഞാൽ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളെ എന്നോട് പറഞ്ഞത്, അപ്പൊ ഒരുപാട് ആലിമ്യങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആലുവ അബൂബക്കർ മുസ്ലിയാർ കട്ടിൽ കിടക്കുകയാണ്. ഒരുപാട് ആളുകൾ പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകൾക്ക് ആരൊക്കെ കൂടെയുള്ള ആലിമ്യങ്ങൾ എന്നറിയില്ല. ആ ആള് പറഞ്ഞ് ഒരുപാട് ആലിമ്യങ്ങൾ ചുറ്റുഭാഗത്തും നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ അടുത്തിരിക്കുന്നത് അത്തിബർ ഉസ്താദാണ്. അതായത് ഉപ്പയാണ് തൊട്ടടുത്ത് ഇരിക്കുന്നിട്ട് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതൊക്കെ തൊട്ട് കൊടുക്കുന്നതൊക്കെ ആലുവ അബൂബക്കർ മുസ്ലിയാർ തൊട്ടടുത്ത് ഇരിക്കുന്നത് ഉപ്പ മാത്രം, ബാക്കി എല്ലാവരും എണീ നിൽക്കുകയാണ് അവിടെ. അങ്ങനെ ആ വഫാത്ത് വരെ കൂടെ ഉണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു അത്തിബർ ഉസ്താദിന് ഉണ്ടായിരുന്നത്. അവരുടെ ഭാര്യയുമായിട്ടും താജുന്നിസ എന്നാണ് തോന്നുന്നത് അവരുടെ പേര്. അവരുമായിട്ടും നല്ല ഒരു ബന്ധമായിരുന്നു. അതായത് മരിക്കുന്നതിന് മുമ്പേ നല്ല ബന്ധം, മരണശേഷവും പിന്നെ ആ ബീവി മരിക്കുന്നവരെ നല്ല ബന്ധമായിരുന്നു. ഒരിക്കലും ഓർമ്മയൊക്കെ ഉണ്ട്, അല്ലയിൽ നിന്ന് ഒരു എമർജൻസി വാങ്ങിയിട്ട്, അന്ന് എമർജൻസി നമ്മുടെ നാട്ടിലൊക്കെ വളരെ അപൂർവമാണ്. ആ എമർജൻസി കൊടുത്തയച്ചിട്ട് അത് അവരുടെ ഭാര്യ താജുന്നിസ എന്നവര് ഒരുപാട് കാലം ആ എമർജൻസി ഉപയോഗിച്ചതൊക്കെ അവരെ പേരമക്കളൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പൊ ഏതായാലും അത്തിബർ ഉസ്താദുമായിട്ട് മരണം വരെ ഒരു നല്ല ബന്ധം, അതായത് ഈ 63 മുതൽ 74 വരെ മരിക്കുന്നവരെ നല്ല ബന്ധവും. അതായത് ഉപ്പയുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് ഏറ്റവും വലിയൊരു കാരണക്കാരൻ ആലുവ അബൂബക്കർ മുസ്ലിയാരാണെന്നുള്ളതാണ് സത്യം. ഇവിടെ നടത്തിയതിന് ശേഷം പിന്നെ അവരുടെ ദിക്കറിൽ ഒരുപാട് ദിക്കറിന്റെ മജ്‌ലിസ് പങ്കെടുക്കും, സ്വലാത്തിന്റെ മജ്‌ലിസ് പങ്കെടുക്കും. വല്ലത്തെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഏതായാലും നല്ലൊരു ബന്ധമായിരുന്നു. ആലുവ അബൂബക്കർ മുസ്ലിയാരുമായിട്ട് ഞാനുണ്ടായൊരു ബന്ധം കൂടെ പറയാം. ഉപ്പ അത്തിബർ ഉസ്താദ് വല്ലത്ത് ജോലി ചെയ്യുമ്പോൾ എനിക്കന്ന് 7 വയസ്സ് പ്രായമാണ്. ആ 7 വയസ്സ് എന്നത് ഉറപ്പല്ല, 7 വയസ്സ് പ്രായത്തിൽ ഞാനും എൻ്റെ മൂത്തമ്മയുടെ മകനും കൂടെ, എൻ്റെ മൂത്തമ്മയുടെ മകൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ അന്ന് അബ്ദുൾ റസാഖ് മസ്താന്, അവിടെ തൊട്ടടുത്ത് മറവ് ചെയ്ത് കിടക്കുന്ന അബ്ദുൾ റസാഖ് മസ്താനുണ്ട്, അവരുടെ ആണ്ടിൻ്റെ ദിവസമാണ്. അപ്പോൾ അബ്ദുൾ റസാഖ് മസ്താൻ്റെ ആ ഖബർ ഷരീഫിൻ്റെ അടുക്കൽ ഒരു വലിയ പരിപാടി നടക്കുക, ദിക്റിൻ്റെ ഒരു മജ്‌ലിസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അന്ന് ഞാൻ ചെറിയ കുട്ടി, 7 വയസ്സാണെന്നല്ലോ.
അവിടെ എന്നെയും അവിടെ കൊണ്ടിരുത്തി. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനിടക്ക് വല്ലത്തുള്ള ഒരാൾ, അതായത് ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരാൾ എന്നെ ബാക്കിലൂടെ വന്ന് പൊന്തിച്ചിട്ട് എന്നെ നേരെ കൊണ്ടുപോയി ഇരുത്തിയത് ആലുവ അബൂബക്കർ മുസ്ലിയാർ ഇരിക്കുന്ന ആ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താണ്. അവിടെ കൊണ്ടുപോയി എന്നെ ഇരുത്തിയിട്ട് ഈ ആൾ ആലുവ അബൂബക്കർ മുസ്ലിയാരോട് പറഞ്ഞു, ഇത് നമ്മളെ താടി ഉസ്താദിൻ്റെ മകനാണെന്ന്. വല്ലത്തുകാർ പൊതുവെ എല്ലാവരും താടി ഉസ്താദ് എന്നാണ് അത്തീബുൽ ഉസ്താദിനെ അന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇത് താടി ഉസ്താദിൻ്റെ മകനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആലുവ അബൂബക്കർ മുസ്ലിയാർ ഒരു പിടി ചോറ് അതിനെടുത്തിട്ട് അത് എൻ്റെ വായിലേക്ക് വെച്ചൊന്നു. അങ്ങനെ ഞാനത് കഴിച്ച്, അങ്ങനെ അൽഹംദുലില്ലാഹ് വലിയൊരു മഹാഭാഗ്യം, എന്നും ഞാൻ വലിയൊരു ഭാഗ്യം കരുതുന്നത് ആലുവ അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് ആ ഒരു ഉരുള ചോറ് എൻ്റെ വായിലേക്ക് വെച്ചൊന്നു. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഈ ആളെന്നെ ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി. അന്ന് അസറിന് ശേഷം ഉപ്പ എന്നെ അവരെ ആലുവ അബൂബക്കർ മുസ്ലിയാർ അതമ്മാടവൻ ഉസ്താദിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കട്ടിലിൽ കിടക്കുന്ന സമയമാണ് ഞങ്ങൾ ചെന്നപ്പോൾ. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു, എൻ്റെ തലയിൽ കൈവച്ച്. അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് പിന്നെ ഉപ്പ കുറച്ച് കാശ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അത് ആ തലയണൻ്റെ ചുവട്ടിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആലുവ അബൂബക്കർ മുസ്ലിയാരുടെ കിടക്കുന്ന തലയുടെ ചുവട്ടിൽ വെച്ചു. ഇങ്ങനെ ആലുവ അബൂബക്കർ മുസ്ലിയാരെ കാണാനും അവിടുത്തെ സാമീപ്യം കിട്ടാനുള്ളൊരു വലിയ ഭാഗ്യം എനിക്കും അന്ന് ഉണ്ടായി. അൽഹംദുലില്ലാഹ് അത് ഞാൻ എന്നും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഇന്നും ഞാൻ കരുതുന്നു. ആ ആലുവ അബൂബക്കർ മുസ്ലിയാരുടെ ആണ്ടിൻ്റെ മാസമാണ് ഈ ദുൽഹിജ്ജ് മാസം. അപ്പോൾ ദുൽഹിജ്ജ് മാസത്തിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി എല്ലാവരും ഫാത്തിഹ ഓതുക, എല്ലാവരും ദുആ ചെയ്യുക. അവിടെ ആലുവയിൽ ദുൽഹിജ്ജ് 13-14 ദിവസങ്ങളിൽ അവിടെ വലിയ വിപുലമായ ആണ്ട് നേർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി ഉപ്പയുടെ ഏറ്റവും വലിയൊരു ഗുരുവായ ആലുവ അബൂബക്കർ മുസ്ലിയാരെ നമുക്ക് ഈ മാസത്തിൽ ദുൽഹിജ്ജ് മാസത്തിൽ ഓർത്തെടുക്കാം. അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.